കാസർഗോഡ് കുമ്പള അനന്തപുരത്തെ കിൻഫ്ര വ്യവസായ പാർക്കിലെ ഫാക്ടറികൾക്കെതിരെ വ്യാപക പരാതിയുമായി നാട്ടുകാർ. കറുത്ത പുകയും ദുർഗന്ധവും കാരണം പ്രദേശവാസികൾക്ക് വഴി നടക്കാൻ പോലും പറ്റുന്നില്ല. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് കുമ്പളയിലെ കിൻഫ്ര പാർക്കിനകത്താണ് നമ്മളുള്ളത്. ഇവിടെ വലിയ പ്രയാസമാണ്. പൊതു റോഡിലൂടെ അല്ലെങ്കിൽ പരിസരവാസികളായ ആളുകൾക്കൊന്നും തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ദുർഗന്ധമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അത്രയും വലിയ കറുത്ത പുകയാണ് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വലിയ പ്രയാസമാണ്. മൂക്ക് പൊത്തി പിടിച്ചല്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ രൂക്ഷമായ അതീവ ഭീകരതയുള്ള അത്രയും വിഷമയമായ ദുർഗന്ധമാണ് ഇവിടെ നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസമാണ്. ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഓയിലിൻ്റെ റീസൈക്കിൾ കാരണം. വീടിൻ്റെ പുക പുറത്ത് വന്നിട്ട് ആൾക്കാർ എല്ലാവരും അമ്മയെ മോളടക്കം പറയുന്നത് എന്തച്ചാ സ്മെല്ല് ഇതെങ്ങനെ നിർത്തലാക്കാം, നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കാം, ആരോട് പറയാൻ, എത്ര സമ്മർദ്ദം നടത്തി, ഒന്നും ഇതൊരു വിജയം കണ്ടില്ല. രാത്രിയും പകലും സമയമൊന്നുമില്ല. ഇത് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ബാക്കിയുള്ള സമയത്ത് വീട്ടിൻ്റെ പുറത്തേക്ക് പോലും ഇരിക്കാൻ കഴിയുന്നില്ല. അത്ര സമയത്ത് വൊമിറ്റ് ചെയ്യാൻ വരെ മുട്ടും. ഞാനിപ്പോൾ കാണാൻ എൻ്റെ ശബ്ദം കണ്ടില്ല. ഒരു 5-6 മാസമായിട്ട് ഞാനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കുന്നതാണ്. ഇത് തന്നെയാണ് ചില സമയത്ത് എനിക്ക് വോയിസ് ക്ലിയർ ആയിട്ട് വരും, പെട്ടെന്ന് വോയിസ് പോകും. അത് ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും മാലിന്യമായിട്ട് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. കുറേ പ്രാവശ്യം ചെക്കപ്പ് ചെയ്തപ്പോഴും പറയുന്നത് എന്തോ അലർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചിനും അതെ, കൊച്ചിനും ശ്വാസം മുട്ടലായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല. പ്രായവരെല്ലാം ഉണ്ട് വീട്ടിൽ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഫാക്ടറിക്കാരെല്ലാം വന്നിട്ട് നമുക്ക് പൈസക്ക് വേണ്ടി അവർ മിഞ്ഞന്ന് ഇതേ ഫാക്ടറിൻ്റെ പറഞ്ഞു കോടിക്കണക്കിന് ലാഭം. നമ്മൾ നാട്ടുകാർ ചത്തിട്ട് എന്തിന് നിങ്ങൾക്ക് കോടി കണക്കിൽ ലാഭമാക്കുന്നത്? നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകണം, പക്ഷേ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഒക്കെ തന്നെ പാലിച്ചു പോകണം. കാരണം ഇവിടെ സ്കൂളുകളുണ്ട്, വീടുകളുണ്ട്, തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.